Good morning. Opening hours with Myfinde പുതിയൊരു സെഷൻ ആരംഭിക്കുകയാണ്. സുരജ് സർ, ഗുഡ് മോർണിംഗ്. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും IPL-ന്റെ ഒരു ആവേശം തന്നെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഏതായാലും IPL ചരിത്രത്തിൽ ഒരു 18 വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ RCB 6 റൺസിനാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ആവേശം ഏതായാലും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. സാറ് മാച്ച് കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബാംഗ്ലൂർ ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യ എന്നോ ബാംഗ്ലൂരിന്നോ അല്ലെങ്കിൽ ഇതെന്ന രീതിയിലല്ല, നമ്മൾ അതിനെ ആഗ്രഹിച്ചത് തന്നെ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന നമ്മുടെ എന്നുമായിട്ടുള്ള ഒരു റോക്ക് സ്റ്റാർ സൂപ്പർ സ്റ്റാർ പ്ലെയറിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ബാക്കി എല്ലാം അദ്ദേഹം നേടിയിട്ടും ഒരു IPL കിരീടം ബാംഗ്ലൂരിന് വേണ്ടി നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഫൈനലി അതൊരു ഡ്രീം കം ട്രൂ ആയിട്ടായി. 18 കൊല്ലത്തിന് ശേഷമാണെങ്കിലും വരുമ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വരും, വളരെ സ്വീറ്റ് ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ്. ഇന്നലെ രാത്രി മുതൽ ബാംഗ്ലൂരിൽ ആഘോഷിച്ചു തുടങ്ങി. അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ടീം ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. വലിയ സ്വീകരണമാണ് അവർക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ പഴയ പ്ലെയേഴ്സായ ക്രിസ് ഗെയിൽ, ദിനേശ് കാർത്തിക്, AB ഡിവിലിയേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ദൂഷ്യ സ്വഭാവം എന്ന് വെച്ചാൽ, എന്ത് കാര്യം നടക്കുമ്പോഴും അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് എങ്ങനെ റിലേറ്റഡ് ആവും എന്നുള്ള. ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റഡ് കമ്പനിയായ യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ സ്പോർട്സ് ഡിവിഷൻ ഒരു സബ്സിഡറി ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു റോയൽ ചലഞ്ചേഴ്സ് സ്പോർട്സ് ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നെങ്ങാണ്ടാണ് അതിന്റെ പേര്. അതൊരു എന്താ പറയുക, ഈ സ്പോർട്സ് ആക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു ഡിവിഷനാണ്. അതിന്റെ കീഴിലാണ് ശരിക്കും പറഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റഡ് പ്ലെയറായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഇന്നൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യും. കാര്യം എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ട്. സ്ട്രക്ചറലി അല്ലെങ്കിൽ ഫണ്ടമെന്റലി ഈ ഒരു ജയം ആ സ്റ്റോക്കിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനില്ല. എങ്കിലും ആ ഒരു പോസിറ്റീവ് ഇമോഷൻ അതിനകത്ത് കാണുമോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്ക് എന്നും ഒരു ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ലിസ്റ്റഡ് ആയിരിക്കുന്നതാണെങ്കിൽ പോലും ഫോറിൻ കമ്പനിയായ ഡിയാജിയോന്റെ സബ്സിഡറിയാണ്. അങ്ങനെയാണ് അവർ ഈ പറഞ്ഞ പോലെ എന്താ അവരുടെ ഫോറിൻ ബ്രാൻഡ്സും ഇന്ത്യയിലേക്ക് വന്നത്. ജോണി വാക്കർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്മിർനോഫ് ഒക്കെ ഡിയാജിയോന്റെ ബ്രാൻഡാണ്. അതും കൂടെ യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ ബ്രാൻഡ്സായ ബാക്ക് പൈപ്പർ, റോയൽ ചലഞ്ചേഴ്സ്, കിങ് ഇതിലേക്കൊക്കെ കയറി. ബിയർ മാത്രം അവർ സെപ്പറേറ്റ്, അത് വിജയ് മല്യയുടെ ആയിരുന്നല്ലോ ഈ കംപ്ലീറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ ഡിയാജിയോ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ഡിവിഷനെ എടുക്കുകയും ബിയർ ഡിവിഷൻ ഹൈനിക്കനെ എടുക്കുകയും ചെയ്തിട്ട് പോയത്. അതായത് കിങ് ഫിഷർ ഒക്കെ ഹൈനിക്കന്റെ കീഴിൽ, അത് യുണൈറ്റഡ് ബ്രിവറീസ് ലിമിറ്റഡ് എന്നുള്ള പ്രത്യേക വേറൊരു കമ്പനിയിലാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. യുണൈറ്റഡ് സ്പിരിറ്റ്സ് വേറെയാണെന്നുള്ളത്. സോ ഇതോടുകൂടി നമുക്ക് IPL-ന്റെ സംസാരം നിർത്താം. കാര്യം നമ്മളും ഈ പറയുന്ന പോലെ വളരെ എല്ലാവരും, ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവരും ജന്മനാ ഒരു ക്രിക്കറ്റ് ഫാൻ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് നമുക്ക് അത്രയ്ക്ക് മാത്രം റെസ്പെക്റ്റ് ഉള്ള ഒരു പ്ലെയറാണ്. എപ്പോഴും സക്സസ് നമുക്ക് കൊണ്ടുവന്നിരുന്ന ഒരു പ്ലെയർ ആണെന്നുള്ളത് വാസ്തവം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ US മാർക്കറ്റിലെ ഹാൻഡ് ഓവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ബയസിൽ തന്നെയാണ് പോയത്. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ടാരിഫിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ ലൈം ലൈറ്റിലേക്ക് വരുന്നത് എന്നുള്ളത്. അതായത് ഇന്നലെ ട്രംപ് നമ്മുടെ അലൂമിനിയം സ്റ്റീലിനുള്ള ടാരിഫ് 25% നിന്ന് ഡബിളാക്കി 50% ആയ ആ ഒരു ഓർഡർ അദ്ദേഹം സൈൻ ചെയ്തു എന്നുള്ളതാണ്. ദാറ്റ് ഹാസ് നോട്ട് ഗോൺ ഡൗൺ വെൽ വിത്ത് യൂറോപ്യൻ യൂണിയൻ ആൻഡ് ചൈന. നമ്മൾ ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. വാൾ സ്ട്രീറ്റ് ജേർണൽ ഞാൻ ഇന്ന് വായിച്ചപ്പോൾ അതിനകത്ത് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ചൈന വിൽ പ്ലേ എ ഹാർഡ് ബോൾ അഗെയിൻസ്റ്റ് US എന്നാണ്. അതായത് ഈ നെഗോസിയേഷനിൽ ചൈന ഏതാണ്ട് ഒരു ഇമോഷണലി ആൻഡ് സെൻറ്റിമെൻ്റലി ഹേർട്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ഒരു ഹാർഡ് ബോൾ പ്ലേ ചെയ്ത് അത്രയ്ക്കൊന്നും നെഗോസിയേഷനൊന്നും US-ന് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ഔട്ട്ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ വാൾ സ്ട്രീറ്റ് ജേർണൽ ഇന്നലെ പുറത്തു വിട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. അതൊക്കെ സോഴ്സ് ബേസ്ഡ് ആണ്, നമുക്കറിയില്ല എന്നുള്ള. പിന്നെ വേറൊരു പ്രത്യേകത എന്നുള്ള ഇലോൺ മസ്ക്, ട്രംപിൻ്റെ എന്നത്തെയും ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ഇലോൺ മസ്ക് ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ ആ പുതിയ ഒരു ബില്ലുണ്ടല്ലോ, അതായത് ആ ടാക്സിൻ്റെ കാര്യത്തിലും എക്സ്പെൻഡിച്ചർ കൂട്ടുന്ന കാര്യത്തിലൊക്കെ, അത് അദ്ദേഹത്തിന് ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ള ആ വാക്കിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ആലോചിച്ചത്. അതായത് സ്പെൻഡ് ത്രിഫ്റ്റ് ആൻഡ് അബോംബിനേഷൻ എന്നാണ് പറയുന്നത്. അബോംബിനേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മളത് തർജ്ജിമ ചെയ്യുകയാണെങ്കിൽ മ്ലേച്ഛത എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിലാണ് ഇലോൺ മസ്ക് അതിനെ വിശേഷിപ്പിച്ചതെന്നുള്ളത്. ഇതിനെക്കുറിച്ച് ട്രംപ് തിരിച്ചൊന്നും ഒരു റിട്ടാലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റും ട്രംപ് പറഞ്ഞിട്ടില്ല. വളരെ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു ഇവർ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ക്രാക്ക് വീഴുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇവർ വളരെ ഒന്നിച്ചാണല്ലോ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷന് വേണ്ടി ഫൈറ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ US സെക്രട്ടറിയുടെ ഒരു എന്താ പറയുക, US സെക്രട്ടറി ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രസ്സിൽ നിന്ന് വരുന്ന പ്രസ് റിലീസ് അനുസരിച്ച്
US ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എഴുത്തയച്ചു. അതായത് നമ്മൾ ഏതാണ്ട് ആ മൊറട്ടോറിയം പീരീഡ് നമ്മൾ എത്താറായി, അതുകൊണ്ട് നിങ്ങളൊരു പുതിയ ട്രേഡ് ഓഫർ തരണം, ബുധനാഴ്ചയ്ക്കുള്ളിൽ തരണം എന്നുള്ള രീതിയിൽ ഒരു മെയിൽ അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ വൈറ്റ് ഹൗസ് പ്രസ് പറയുന്നത് ട്രംപും അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ കോൺടാക്ട് ചെയ്യാൻ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നടക്കാനുള്ള ചാൻസും ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നു. അതുമല്ല ഹോവർഡ് ലുട്നിക് അമേരിക്കൻ സെക്രട്ടറി ഓഫ് കോമേഴ്സ് പറയുന്നത് ഏതാണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല് ഏതാണ്ട് അടുത്തെത്തി, നമ്മൾ ഏതായാലും ഒരു മൊറട്ടോറിയം പീരീഡ് ഉണ്ടല്ലോ, ഒരു ജൂലൈ 9 അതിനു മുമ്പേ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഡീല് സൈൻ ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് പല റിപ്പോർട്ട്സും നമുക്ക് അൺകൺഫേംഡ് റിപ്പോർട്ട്സ് വരുന്നത് നീതി ആയോഗിന്റെ ഒക്കെ സംസാരത്തിൽ ഇന്ത്യക്ക് വേണമെങ്കിൽ ചില അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, അതായത് നമുക്ക് അബൻഡന്റ് ആയിട്ട് റൈസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമുക്ക് റൈസ് നല്ലത് വി ആർ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് റൈസ്. പിന്നെ പറയുന്നത് പാകിസ്ഥാനൊക്കെയാണ്, എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസ് ആണല്ലോ ഈ റൈസ് ക്യുസീൻ കൂടുതൽ യൂസ് ചെയ്യും. ബാസ്മതി റൈസിലൊക്കെ ഇന്ത്യ വലിയൊരു ടോപ്പ് എക്സ്പോർട്ടറാണ്. അപ്പോൾ ആ ഒരു സെക്ടറിലോട്ടൊക്കെ അമേരിക്കൻ ഇമ്പോർട്ട് വന്നാൽ പോലും നമുക്ക് വലിയൊരു പ്രോബ്ലം വരില്ല എന്നുള്ള. പിന്നെ ഈ ആപ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ ആപ്പിൾ വരുന്നത് നമുക്ക് ആപ്പിൾ സീസൺ അല്ലാത്ത സമയത്താണ്. ആ സമയത്ത് US നിന്ന് ആപ്പിൾ വരികയാണെങ്കിലും നമ്മുടെ ഡൊമസ്റ്റിക് ഫാർമേഴ്സിനെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അഗ്രികൾച്ചർ സെക്ടറിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പം നമുക്ക് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിങ് ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസസ് ആണ് അൺകൺഫേംഡ് ആയിട്ടുള്ള സോഴ്സസ് നിന്ന്, എസ്പെഷ്യലി നീതി ആയോഗിൽ നിന്നൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. മാർക്കറ്റിലോട്ട് നമ്മൾ മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റലി ആൻഡ് ടെക്നിക്കലി മാർക്കറ്റ് ഒരു ബൈ ഓൺ ഡിപ്സ് സ്ട്രക്ചറിൽ തന്നെയാണ് മാർക്കറ്റ് കിടക്കുന്നത്. ഓഫ് കോഴ്സ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ബൈസലാണ് ഇപ്പോൾ ലാസ്റ്റ് ഒരു ആഴ്ചയായിട്ട് മാർക്കറ്റ് പോകുന്നത്. നമ്മളൊരു കോഷ്യസ് ഓപ്റ്റിമിസവും പറഞ്ഞിരുന്നു. അതായത് എന്തൊക്കെ കാര്യങ്ങളാണോ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇത്രയും നാൾ ഡ്രൈവ് ചെയ്തത് ലാസ്റ്റ് 2 months, അതെല്ലാം എന്താ പറയുക ഒന്ന് പീക്ക് ചെയ്തു. അത് നെഗറ്റീവായെന്ന് നമ്മൾ പറയുന്നില്ല, പീക്ക് ചെയ്തു. അപ്പോൾ ആ പീക്കിൽ നിന്ന് ഇനി കൂടുതൽ മുകളിലോട്ട് പോകാനില്ല. ഓൾ ഗുഡ് ന്യൂസ് ആർ ഡിസ്കൗണ്ടഡ് ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ടൊരു കോഷ്യസ് ഓപ്റ്റിമിസം എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ശരിയാണ്, ഫോർച്യുനേറ്റ്ലി നമ്മുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ ലക്ക് കൊണ്ടോ എന്ത് വേണേലും പറയാം, മാർക്കറ്റ് അവിടെ നിന്ന് ചെറുതായിട്ട് നല്ലൊരു റീട്രേസ്മെന്റ് തന്നു എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു എന്താ പറയുക ഒരു സ്പെക്ട്രത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. നമുക്കൊരു ബെയറിഷ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ബൈ ഓൺ ഡിപ്സ് റാലി ആയിട്ടാണ് കാണുന്നത്. മാർക്കറ്റിൽ 2-3 ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ മാർക്കറ്റിന്റെ മാക്രോ നോക്കുകയാണെങ്കിൽ FIIs ഏതാണ്ട് 83% മാർക്കറ്റിൽ ഷോർട്ടാണ്. ഷോർട്ടാണെന്ന് വെച്ചാൽ നെഗറ്റീവാണ്. ഏതാണ്ട് 17% മാത്രമേ അവരൊരു ബുള്ളിഷ് സ്റ്റാൻസ് ഉള്ളൂ അല്ലെങ്കിൽ ലോങ് സ്റ്റാൻസ് ഉള്ളൂ. എപ്പോഴും മാർക്കറ്റിൽ ഷോർട്ട് കൂടുമ്പോഴാണ് എപ്പോഴും ഒരു ഷോർട്ട് കവറിങ് റാലി വരുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ട്രിഗറോ ഒരു ഗുഡ് ന്യൂസോ മാർക്കറ്റിൽ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ പെട്ടെന്നൊരു വലിയൊരു ബൈങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ FIIs ഷോർട്ട് കവറിങ് ഭയങ്കരമായിട്ട് നടത്തി മാർക്കറ്റ് നല്ലൊരു പുൾ ബാക്ക് നടത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഏതാണ്ട് നമ്മൾ ഇന്നൊരു ടെക്നിക്കൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ. ബട്ട് ഈവൻ തന്നെ ഒരു മാക്രോ കണ്ടീഷനിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റിന് അതിനുള്ള എല്ലാ ചേരുവകളും ഇന്നത്തെ ദിവസം കാണിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ വിക്സ് ആ വോളറ്റിലി ഇൻഡെക്സ് ഒന്ന് കൂൾ ഓഫ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമാത്രമല്ല പുട്ട് കോൾ റേഷ്യോ അതിൻ്റെ ഒരു ലോവർ എൻഡിലേക്കാണ് കാണപ്പെടുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അത് കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു ഷോർട്ടും ഉണ്ട്. ആ ഒരു നെഗറ്റീവ് ന്യൂസിനെയൊക്കെ ഏതാണ്ട് പ്രൈസിങ് ചെയ്തു. മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചറൽ ആ ഒരു ടെക്സ്ചർ ബൈ ഓൺ ഡിപ്സ് ആയിട്ട് നിലനിൽക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞേക്കാം. അൺലെസ് ആൻഡ് അൺടിൽ വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരാതിരുന്നാൽ ചെറിയൊരു ബൈങ്ങോ ഒരു ഗുഡ് ന്യൂസോ ഒരു പോസിറ്റീവ് ട്രിഗറോ മേ ബി മാർക്കറ്റിനെ ഒന്ന് തിരിച്ച് വലിച്ചേക്കാം. അതിന് പറ്റിയൊരു ദിവസമായിട്ട് കാണുന്നു. പകരം ഇന്ന് മാർക്കറ്റ് നല്ല വീക്ക്നെസ് ആയിട്ടൊന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. ഇന്നൊരു ക്രൂഷ്യൽ ഡേ ആണ് മാർക്കറ്റിന്. ഇന്നത്തെ ഒരു മൂവ്മെന്റ്, അതായത് ഇന്നിപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, മുകളിലോട്ടുള്ള മൂവ്മെന്റും താഴോട്ടുള്ള മൂവ്മെന്റും ഒന്ന് വാച്ച് ചെയ്യണം. അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇനി ഒരു പൊസിഷനിലായിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഇൻഫർമേഷൻ വരുന്നത്. ബാക്കി നമുക്കൊരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് നമ്മളിത് നോക്കുന്ന കാര്യമില്ല. നല്ല ക്വാളിറ്റി സ്റ്റോക്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ലിവറേജ്ഡ് പൊസിഷൻസ് ഇല്ല
ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കടം മേടിച്ച പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ, യു ക്യാൻ കണ്ടിന്യൂ ടു ഹോൾഡ്. ആ മാർക്കറ്റിൻ്റെ ഇപ്പോഴും ഒരു പോസിറ്റീവ് ബയസോട് കൂടി തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻകറേജിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ടുള്ള 5 മേജർ ബ്രോക്കറേജസ്, ഫോറിൻ ആസ് വെൽ ആസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബ്രോക്കറേജ് റിപ്പോർട്ടിൽ ഈ 500 ടോപ്പ് 500 കമ്പനീസ് ഉണ്ടല്ലോ, ഈ ടോപ്പ് 500 ലിസ്റ്റഡ് കമ്പനീസിലെ 300ഓളം കമ്പനീസിൻ്റെ ഏർണിങ്സിൽ റിസൾട്ട് Q4 മോശമായിരുന്നു. FY25 പറയത്തക്ക ഒരു ഇതൊന്നും വന്നില്ലെങ്കിൽ പോലും ഒരു ഏർണിങ്സ് അപ്ഗ്രേഡ് കൊടുക്കുന്നതായിട്ട് കാണും. ഏർണിങ്സ് അപ്ഗ്രേഡ്, അതായത് വരാൻ പോകുന്ന ഈ കൊല്ലം, അതായത് FY26 നന്നാവാനുള്ള സാധ്യതകളുണ്ട്. അതിന് എന്താ പറയുക, എല്ലാ ചേരുവകളും മാർക്കറ്റിനുണ്ട് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഒന്ന്, നല്ല മൺസൂൺ വരുന്നു, ഇന്ത്യയുടെ മാക്രോസ് നല്ല ലെവലിൽ ഡേറ്റാസ് ആണ് വരുന്നത്, ആ പാരാമീറ്റേഴ്സ് ഒക്കെ നന്നായി തന്നെ തുടരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസുകൾ മുന്നിലോട്ടുണ്ട്. കുറയ്ക്കാനുള്ള ചാൻസ് എന്നല്ല, 25 ബേസിസ് പോയിന്റ്സ് ആണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ SBI പോലെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെയൊക്കെ എക്കണോമിക് റിസർച്ച് ഡിവിഷൻ പറയുന്നത് 50 ബേസിസ് വരെ പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഒരു മാസീവ് റേറ്റ് കട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് വെള്ളിയാഴ്ച എന്നൂടെ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ 25 ബേസിസ് പോയിന്റ്സ് ഈസ് ഗിവൺ, അല്ലെങ്കിൽ ഗ്രാൻഡ് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് കാണുന്നത്. പിന്നെ ഇൻകം ടാക്സ് കട്ട് 12 ലക്ഷം രൂപ വരെയുള്ള. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ട് മാർക്കറ്റിന് അങ്ങോട്ടേക്ക് ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് അപ്ഗ്രേഡ് ആണ് പല കമ്പനിക്കും ബ്രോക്കറേജസ് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത് നമുക്കൊരു പ്രിഫൈസ് ആയിട്ട് പറഞ്ഞു വയ്ക്കാം ജാസ്മിൻ. സർ, ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്സിലെല്ലാം തന്നെ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഏതാണ്ട് 3480 കോടി രൂപയുടെ ബ്ലോക്ക് ഡീലുകളാണ് ഇന്ന് നടക്കുന്നത്. അതിൽ ഏറ്റവും അധികം 1420 കോടി രൂപയുടെ ഡീലുകളാണ് ഇൻഡിജനിൽ നടക്കുന്നത്. 825 കോടി രൂപയുടെ ഡീല് ആൽക്കം ലബോറട്ടറീസിൽ നടക്കാനിരിക്കുന്നു. ടാറ്റ ടെക്നോളജീസ് 635 കോടിയുടെ ഒരു ബ്ലോക്ക് ഡീലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ 600 കോടി രൂപയുടെ ഡീലാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് 3480 കോടിയുടെ ബ്ലോക്ക് ഡീൽ നടക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റോക്സിലൊക്കെ, പ്രത്യേകിച്ച് ആദിത്യ ബിർള ഫാഷനൊക്കെ 10% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. ആൽക്കം ലബോറട്ടറീസ് 1% കൂടുതൽ, ടാറ്റ ടെക്നോളജീസ് 1% കൂടുതൽ, ഇൻഡിജിൻ 5% ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇത്. ഏതായാലും റിസർച്ച് ഡെസ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റിസർച്ച് ഡെസ്കിലെ കേദാർ പ്രഭുവിനെ ഒന്ന് സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവരുമോ എന്നുള്ള ഒരു കമന്റ് വന്നിരുന്നു. ആരാധകരെ ശാന്തരാകുവിൻ, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. നമ്മളുടെ റിസർച്ച് ഡെസ്കിലെ എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് ഈ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കണം, അല്ലേ സർ? ജാസ്മിൻ, ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രേക്ഷകൻ അമൽ ചന്ദ്രൻ, മിസ്റ്റർ അമൽ ചന്ദ്രൻ എന്നും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സ് ഷോവും മറ്റുള്ള ഷോസും അമൽ ചന്ദ്രൻ മിക്ക ദിവസവും വാച്ച് ചെയ്ത് അതിന് പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചേർത്ത് വായിച്ച്, അതെന്താ നമ്മൾ ഓരോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ പരിപാടി മുഴുവനുമായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. അത് ഇതാണ് നമ്മളെപ്പോലത്തെ ആൾക്കാരെ എന്നും ഡ്രൈവ് ചെയ്യുന്നത്. അതായത് രാത്രിയും രാവും പകലും ഇരുന്ന് നമ്മൾ ഇതേപോലുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ എഴുതി നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കും. കാര്യം നമുക്കിവിടെ ഒരു ബയസൊന്നുമില്ല, നമുക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ ജനങ്ങളുടെ മുന്നിൽ രണ്ട് വശവും കാണിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് തന്നെയാണ് മാർക്കറ്റ്. ബട്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, മാർക്കറ്റിൽ നമ്മൾ ബുള്ളിഷായിട്ട് നിൽക്കുന്നതോട് കൂടി തന്നെ മാർക്കറ്റിൻ്റെ റിസ്ക് എലമെൻറ്റ് എന്താണെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യണം, അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബുള്ളി സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മുടെ രാവും പകലും എഫേർട്ട് നമ്മൾ അതിനിട്ട് നമ്മൾ രണ്ട് വശവും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന്, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പത്രമാധ്യമങ്ങൾക്ക് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നമുക്കുള്ള മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. നമുക്കൊരു സ്റ്റോക്കിനെ അവതരിപ്പിക്കാം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ബൈ ചെയ്യണോ സെല് ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രേക്ഷകർ നമ്മളോട് ക്ഷമിക്കണം എന്നുള്ള. ബട്ട് ഇതെല്ലാം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്നും നമുക്ക് എൻകറേജ്മെന്റ് തന്ന ഒരു വ്യക്തിയാണ് ഈ അമൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു ബിഗ് സല്യൂട്ട് അമൽ ചന്ദ്രന്. അമൽ ചന്ദ്രൻ ആഗ്രഹിച്ച പോലെ നമ്മുടെ റിസർച്ച് ഡെസ്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം ഞങ്ങൾ അവതരിപ്പിക്കും. കേദാർ പ്രഭുവിനെയും റമീസിനെയും ഒക്കെ എല്ലാവരും, അഭിജിത്തിനെയൊക്കെ, നമ്മുടെ പ്രൊഡ്യൂസറിനെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുള്ള വാക്ക് ഞങ്ങൾ തരുന്നു എന്ന് മാത്രം. പിന്നെ ജാസ്മിൻ, നമ്മുടെ ബ്ലോക്ക് ഡീലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞു, ഇപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് മാർക്കറ്റിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരുപാട് പോസിറ്റീവ്സ് പറഞ്ഞു അല്ലേ. എപ്പോഴും എൻ്റെ മനസ്സിൽ നമ്മളിപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ടാരിഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും മാർക്കറ്റിന് ചലഞ്ചാണ്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇൻഡോ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ്
അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ട്രംപിന്റെ ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് വാർ പോലത്തെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് നെഗറ്റീവ്ലി. ബട്ട് വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന 25 കൊല്ലത്തെ ഫണ്ട് മാനേജ്മെന്റ് ചരിത്രത്തിൽ ഞാൻ എന്നും ശ്രദ്ധിക്കുന്നത് ഈ പ്രൊമോട്ടർ സെല്ലിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2024 മാർക്കറ്റ് സെപ്റ്റംബർ മുതലാണ് ഒരു കറക്ഷൻ തുടങ്ങിയത് 2020. അതിനു മുമ്പ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്രൊമോട്ടേഴ്സ് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്തിരുന്നു എന്നുള്ള. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 2008-9 കാലഘട്ടത്തിൽ ലേമൻ ബ്രദേഴ്സിന്റെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിലൊന്ന് നിൽക്കുന്ന കാര്യങ്ങൾ. ക്രെഡിറ്റ് സ്വാപ്സിന്റെ കാര്യത്തിൽ അമേരിക്കൻ ബാങ്കുകൾ പൊട്ടിയത് കാരണം ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും പൊട്ടിയെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. ബട്ട് അവിടെയും അതിന് മുമ്പായിട്ട് 2007 ലാസ്റ്റ് 2008 തുടക്കത്തിലൊക്കെ ഇന്ത്യൻ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തിരുന്നു എന്നല്ല. സെല്ല് ചെയ്യാൻ നേരത്തെ അവർക്ക് അമേരിക്കയിൽ പ്രോബ്ലം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടല്ല അവർ സെല്ല് ചെയ്ത്. ബട്ട് അവർ സെല്ല് ചെയ്യാനായിട്ടുള്ള കാര്യം നല്ല വാല്യുവേഷനിലാണ് അവരുടെ തന്നെ കമ്പനീസ് ട്രേഡ് ചെയ്തിരുന്നത്. ഇനി മേ ബി ഒരു 3 കൊല്ലത്തെ 5 കൊല്ലത്തെ ഒരു ഷെയർ പ്രൈസ് ഇന്നേ മാർക്കറ്റിൽ കണ്ടു തുടങ്ങി എന്നുള്ളൊരു എന്താ പറയുക, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കാം അവർ സെല്ല് ചെയ്യുന്നത്, അല്ലാണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ അവർ റീഡ് ചെയ്തിട്ടല്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരുപാട് സെല്ലിംഗ് നടക്കുന്നത് ഞാൻ നെഗറ്റീവ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ ഒരു സ്റ്റോക്കിൽ ഒരു പ്രൊമോട്ടർ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ലാർജ് ഇൻവെസ്റ്റർ സെല്ല് ചെയ്ത് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് ആരെങ്കിലും ചോദിക്കേണ്ടത് ആ കമ്പനിക്ക് നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ കമ്പനിക്ക് നെഗറ്റീവ് അല്ല. കാര്യം അതേപോലെ തന്നെ വേറെ ആരോ ബൈ ചെയ്യുന്നുണ്ട് എന്നുള്ള. ബട്ട് പ്രൊമോട്ടർ അത് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടി വാല്യുവേഷനെ കുറിച്ച് ഒരു എന്താ പറയുക, ഒരു മീഡിയം ടേമിൽ വാല്യുവേഷനെ കുറിച്ച്, കാര്യം എന്തുകൊണ്ട് പ്രൊമോട്ടർ സെല്ല് ചെയ്യുന്നു? പ്രൊമോട്ടർക്ക് പൈസയ്ക്ക് അത്യാവശ്യം കൊണ്ടാണോ, ഒരു വീട് മേടിക്കാനാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ, അതായത് അവർക്ക് ഗ്രൂപ്പ് കമ്പനീസ് ഉണ്ടാവും. ഇപ്പോൾ ജിൻഡാൽ ഫാമിലി ഒരു ഗ്രൂപ്പ് കമ്പനി വിറ്റ് ആ കാശ് ഉപയോഗിച്ച് വേറൊരു കമ്പനിയുടെ എക്സ്പാൻഷന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് നെഗറ്റീവായിട്ട് കാണാറില്ല. ബട്ട് ഇത് എടുത്തുകൊണ്ട് പോയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാല്യുവേഷനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പററി ഇഷ്യൂസ് ആണ്, ബട്ട് എങ്കിലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ പോലെ ഈ ബ്ലോക്ക് ആൻഡ് ബൾക്ക് ഡീൽസ് ആണ് ഏറ്റവും കൂടുതൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നു. അതുമാത്രമല്ല ഈ ബൾക്ക് ഡീൽ എന്താണെന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വിൻഡോയിലാണ് ഈ ബൾക്ക് ഡീൽ നടക്കുന്നത്. നമ്മൾ കാണുന്ന ടെർമിനലിൽ ഈ ഡീൽ കാണാറില്ല, അതൊരു സെപ്പറേറ്റ് വിൻഡോ ആണ്. അവിടെ ഓൾറെഡി 2 എഗ്രീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഒരു സെല്ലറും ഉണ്ടാവും, ഒരു ബയറും ഉണ്ടാവും. അവർ നേരത്തെ എഗ്രി ചെയ്ത ഒരു ഫ്ലോർ പ്രൈസിലായിരിക്കും അവർ സെല്ല് ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ ഓർഡർ ഇടും, ആ ഓർഡറിൽ മാച്ച് ചെയ്ത് പോകും. അതൊരു സെപ്പറേറ്റ് ടെർമിനലിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് വിൻഡോയിൽ, ടെർമിനൽ എന്ന് പറയുന്നതിനേക്കാളും സെപ്പറേറ്റ് വിൻഡോയിലാണ് നടക്കുന്നത്. 9:15 മുതൽ 9:50 വരെ, 9:15 മുതൽ 9:50 വരെയുള്ള സമയത്തിലാണ് ബ്ലോക്ക് ഡീൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഈ ബൾക്ക് ഡീൽസിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു 62,000 തൊട്ട് 65,000 കോടിയുടെ വരെ പ്രൊമോട്ടർ സെല്ലിംഗ് ബൾക്ക് ഡീൽസിൽ കൂടെയും ബ്ലോക്ക് ഡീൽസിലും കൂടെ നടന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് കോഷൻ ചെയ്തിരുന്നു എന്നുള്ള. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്, ഇന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് അനുസരിച്ച് മെയിൽ ഏതാണ്ട് 91,600 ക്രോസിൻ്റെ ഈ പ്രൊമോട്ടർ ആൻഡ് ആങ്കർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ മേജർ ഇൻവെസ്റ്റർ സെല്ലിംഗ് ബൾക്ക് ഡീൽസിലും ബ്ലോക്ക് ഡീൽസിലും ഉണ്ടായിരുന്നതാണ്. ഒരു പക്ഷേ നമ്മൾ ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്ന് നമുക്ക് 65,000 കോടിയുടെ വരെ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് മെയ് കഴിഞ്ഞ് 65,000 നമ്മൾ മെയ് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതെന്നുള്ള. ഇന്നാണ് മറ്റുള്ള പത്രങ്ങൾ ആ ന്യൂസ് ഏറ്റെടുത്തതെന്നുള്ളത് നമ്മുടെ റിസർച്ച് ഡെസ്കിനെ സംബന്ധിച്ച് വെറുതെ അല്ല കേദാർ പ്രഭുവിനെ ചോദിച്ചത്. കാര്യം നമ്മൾ ആ കാര്യത്തിൽ ഫാസ്റ്റ് ആയിരുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു എയർടെല്ലിൽ സിംഗ്ടെൽ 12,800 ക്രോസ് സെല്ല് ചെയ്തു. ITCയിൽ ബ്രിട്ടീഷ് അമേരിക്കോ ടൊബാക്കോ കമ്പനി 12,900 ക്രോസ് സെല്ല് ചെയ്തിരുന്നു. ഇൻഡിഗോയിൽ പഴയ ഒരു പ്രൊമോട്ടർ രാകേഷ് ഗാംഗ്വാൽ ഏതാണ്ട് 11,385 ക്രോസ് സെല്ല് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് സോഴ്സസ് പറയുന്നത് ടാറ്റ ടെക്നോളജീസിൽ ഒരു PE ഫേം ഉണ്ട്, TPG എന്ന് പറയുന്നത്. അവർ ദേ ആർ ട്രൈങ് ടു സെൽ ദെയർ എൻറ്റയർ സ്റ്റേക്ക് ഇൻ ടാറ്റ ടെക്നോളജീസ്. ഏതാണ്ട് 2.1% ആണ് അവർ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 6,100 കോടിയുടെ ഒരു സെല്ലിംഗ് ആണ്. 744 തൊട്ട് 767 ആണെന്നാണ് എൻ്റെ മാർക്കറ്റ് പ്രൈസ്. കറക്റ്റായിട്ട് അറിയില്ല. 747-നും 767-നും സോഴ്സസ് പറയുന്നത് 3% ഡിസ്കൗണ്ട് ടു CMP മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും എന്ന് പറയുന്നു. അതായത് 767 ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ടാറ്റ ടെക്നോളജീസിൽ ഒരു ബൾക്ക് സെല്ലിംഗ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ ഓല ഇലക്ട്രിക് മൊബിലിറ്റി, അതിൽ ഇന്നലെ ഒരു സെല്ലിംഗ് ഓൾറെഡി നടന്നു എന്നാണ് മനസ്സിലായി. ഇന്നലെ 7% അത് ക്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോഴ്സസ് പറയുന്നത്
ഹ്യുണ്ടായി ആൻഡ് കിയ നമുക്ക് ഇപ്പോഴും ആരാണ് സെല്ലർ എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇന്ന് വരും ദിവസങ്ങളിലായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ പരിപാടി അവതരിക്കുമ്പോൾ അപ്പം ഏതാണ്ട് 10 മണി ആവുന്നേ ഉള്ളൂ. ഇപ്പോഴുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഹ്യുണ്ടായും കിയയും ആയിരിക്കും സെല്ല് ചെയ്തത്. 14.2 crore ഷെയർസ് ആണ് സെല്ല് ചെയ്തത്. അത് ഏതാണ്ട് 3.23% ഓഫ് ഹോൾഡിംഗ്, ടോട്ടൽ ഇക്വിറ്റി ഹോൾഡിങ്ങിന്റെ 3.23% ആണ്. ഫോർ 51.4 rupees പെർ ഷെയറിനാണ് സെല്ല് ചെയ്ത്. ടോട്ടൽ 730 crores ഒരു സെല്ലിംഗ് ആണ് നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ ആൽക്കെം ലാബ്സിലെ ബ്ലോക്ക് ഡീലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ജയന്തി സിൻഹയാണ് സെല്ല് ചെയ്തതെന്നുള്ളത്. 17 ലക്ഷം ഷെയർ ആണ്, ഏതാണ്ട് 1.42% ഷെയർ ഹോൾഡിംഗ് ആണ് അവർ സെല്ല് ചെയ്യുന്നതെന്നുള്ളത്. 4,850 രൂപ ഫ്ലോർ പ്രൈസ്, ടോട്ടൽ വാല്യൂ 824 crores എന്നാണ് മനസ്സിലാവുന്നതെന്നുള്ളത്. അത് കൂടാതെ തന്നെ വേറൊരു ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട് കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബൾക്ക് ഡീൽ വിൻഡോയിലാണല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞത്, അത് സെപ്പറേറ്റ് വിൻഡോ. അല്ലാതെ നമ്മൾ കാണുന്ന ടെർമിനലിലാണ് ഈ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഇൻഡിജീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതിൽ കാർലൈൽ ഗ്രൂപ്പ് എക്സിറ്റ് ചെയ്യാണ്. കാർലൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമാണ്. അവർ എക്സിറ്റ് ചെയ്യാണ്. ഏതാണ്ട് 10.2% സ്റ്റേക്ക് അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1,420 കോടിയുടെ സെല്ലിംഗ് ആയിരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ഇൻഡിജീനിൽ എനിക്ക് തോന്നുന്നു 580 rupees എങ്ങാണ്ടാണ് അതിന്റെ ഫ്ലോർ പ്രൈസ് വെച്ചേക്കണെന്നുള്ള. അതേപോലെ വേറൊരു ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിലിന്റെ കാര്യമാണല്ലോ ജാസ്മിൻ പറഞ്ഞ 10% ഡൗൺ ആണെന്നുള്ളത്. ഫ്ലിപ്കാർട്ടാണ് സെല്ല് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോൾ വാൾമാർട്ടിന്റെ സബ്സിഡറി ആണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് 582 crores ഒരു സെല്ലിംഗ് ആണ് നടക്കുന്നത്. 7.3 crore ഷെയർസ്, അതായത് ടോട്ടൽ 6% ഓഫ് ഹോൾഡിംഗ് ആണ് അവർ സെല്ല് ചെയ്യണമെന്നുള്ളത്. 79.5 rupees പെർ ഷെയറിനാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് പിന്നെ ഒരു ബ്ലോക്ക് ഡീലും കൂടെ ഉണ്ട്. അതായത് അത് ഇന്നലെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ് ബാങ്ക് 41 crore ഷെയർസ് സെല്ല് ചെയ്തു 21.68 rupees. അതായത് 3% സ്റ്റേക്കാണ് അവർ സെല്ല് ചെയ്ത്. 2.5 to 3% സ്റ്റേക്കാണ് അവർ സെല്ല് ചെയ്തതെന്ന് മനസ്സിലാക്കിയത്. ഈ കാർലൈലിന് വേറൊരു പ്രത്യേകം കൂടെ ഇട്ടിട്ടോ. ഇന്നലെ സെല്ല് ചെയ്തല്ലോ 3%. അത് കൂടാതെ ഇവർക്ക് 3.5% സ്റ്റേക്കും കൂടെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഉണ്ട്. അവർക്ക് ഏതാണ്ട് 10% സ്റ്റേക്ക് ഉണ്ട്. മിക്കവാറും ചിലപ്പോൾ അവരും എക്സിറ്റ് ചെയ്യാൻ പോകുന്നുള്ള ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം ഓൾറെഡി തന്നെ കാർലൈലിൽ സെല്ല് ചെയ്തു. കാർലൈലിൽ ഇനിയും സ്റ്റേക്ക് ഉണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് സെല്ല് ചെയ്യില്ല. കാര്യം ഒരു ഹോളിഡേ പീരീഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അഡ്വെന്റ് സെല്ല് ചെയ്യുമോ എന്നറിയില്ല. അപ്പം യെസ് ബാങ്കിലൊക്കെ ഒരുപാട് ഷെയർസിന്റെ സപ്ലൈ ഉണ്ടാവും. അതായത് സെല്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു IPO വരുന്നുണ്ട്. ഈ IPO എന്ന് പറയുന്നത് HDB ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത് സബ്സിഡറി ഓഫ് HDFC ബാങ്ക് ആണ്. അത് വന്നു കഴിയുകയാണെങ്കിൽ അതായത് ലാർജസ്റ്റ് NBFC IPO ആയിരിക്കും. 5th ലാർജസ്റ്റ് IPO ഇൻ ഇന്ത്യ ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ട്. അതിന് സെബിയുടെ നോഡ് കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 2007 അതായത് അവർ നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആട്ടോ. സെക്യൂർഡും അൺസെക്യൂർഡ് ലോണും അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ഡെപ്പോസിറ്റ് എടുത്തിട്ടല്ല പോകുന്നത്. ഡെപ്പോസിറ്റ് വേറെ ഇൻവെസ്റ്റേഴ്സിന്, അതായത് നമ്മുടെ സാധാരണക്കാരുടെ നിന്ന് ഡെപ്പോസിറ്റ് എടുത്തിട്ടല്ല അത് പോകണമെന്നല്ല, വേറെ ബാങ്കിൽ നിന്നൊക്കെ ഫണ്ട് എടുത്തിട്ട് അത് മറിച്ച് കൊടുത്താണ് ലോൺ കൊടുക്കുന്നത്. അങ്ങനെയും കൊടുക്കാം എന്നുള്ളതാണ്. ഏതാണ്ട് ഒക്ടോബർ 2024 അവർ IPOക്ക് ഫയൽ ചെയ്തു. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ള. അതിനകത്ത് 10,000 കോടി, അതായത് 10,000 കോടിയും 2,500 കോടിയും, അങ്ങനെ 2 രീതിയിലാണ് അവർ IPO കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ IPO ആണ്. 10,000 കോടി എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഓഫർ ഫോർ സെയിലാണ്. അതായത് HDFC ബാങ്ക് HDB ഫിനാൻഷ്യൽസ് 94.36% സ്റ്റേക്ക് ഉണ്ട്. ഈ 94.3% സ്റ്റേക്കാണ്. അതിൽ കുറച്ചാണ് അവർ വിൽക്കുന്നത് എന്നുള്ളത്. അത് 10,000 കോടിയാണ് HDFC ബാങ്ക് ഓഫ് ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പുതിയ ഷെയർസ്, അതായത് 2,500 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ. അപ്പോൾ 10,000 കോടിയുടെ HDFCയുടെ സെല്ലിങ്ങും 2,500 കോടിയുടെ പുതിയ ഫ്രഷ് ഇഷ്യൂ ആണ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇത് സ്ട്രാറ്റജിക്ക് മാത്രമല്ല കേട്ടോ HDFCയെ സംബന്ധിച്ചിടത്തോളം, ഇതൊരു റെഗുലേറ്ററി ആസ്പെക്റ്റും കൂടെയാണ്. കാര്യം വെച്ചാൽ ഇവർ ഒരു അപ്പർ ലെയർ NBFC ആണ്. അപ്പോൾ RBIയുടെ റൂൾ അനുസരിച്ച് ഈ അപ്പർ ലെയർ NBFC ഒരു കാലഘട്ടം ഒരു കാലം കഴിയുമ്പോഴത്തേക്കും അത് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രകാരം ഈ സെപ്റ്റംബർ 2025 ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം റെഗുലേറ്ററി പ്രോസസ്സൊക്കെ പാലിച്ച് HDB ഫിനാൻഷ്യൽസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു IPO കൂടെ ആയിരിക്കും. വളരെ എന്താ പറയുക, ഒരു ഹെഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതും കൂടെ ആയിരിക്കും. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത് ടാറ്റ ക്യാപിറ്റൽ ഉണ്ട്, അനദർ അപ്പർ ലെയർ NBFC. അവരും മിക്കവാറും ഒരു 15,000 കോടിയുടെ ഒരു IPOനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പം it is raining bulk deals, block deals, promoter selling
ആൻഡ് IPOs ഇൻ ദ മാർക്കറ്റ്. അതായത് ഒരു വശത്തുകൂടി സെല്ലിംഗ് നടക്കുന്നു, ഒരു വശത്തൂടെ പ്രൊമോട്ടേഴ്സ് IPO കൊണ്ടുവരുന്നു. ഈ IPOയും സെല്ലിംഗ് ആണെന്ന് മറക്കരുത്. കാര്യം വെച്ചാൽ IPOയിൽ ഫ്രഷ് ഇഷ്യൂവിനെക്കാട്ടിലും കൂടുതൽ ഓഫർ ഫോർ സെയിൽ OFS വരിക എന്ന് പറഞ്ഞാൽ അതും പ്രൊമോട്ടർ സ്റ്റേക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് റെയിനിങ് പ്രൊമോട്ടർ സെല്ലിംഗ് ഇൻ മാർക്കറ്റ്. മൺസൂണിൽ മഴ പെയ്യുന്നു, മൺസൂണിൽ നല്ല മഴ നമ്മുടെ നാട്ടിൻ പ്രദേശത്തും നമ്മുടെ എല്ലായിടത്തും മഴ പെയ്യുന്നു എന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ ഇപ്പോൾ പ്രൊമോട്ടർ സെല്ലിങ്സ് ആണ് കൂടുതൽ കാണുന്നത് എന്നുള്ളത്. ഇത് നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല, ബട്ട് കോഷ്യസ് ആയിട്ട് വേണം ഇതിനെ ട്രെഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്നുള്ളത് പറഞ്ഞു വയ്ക്കും. ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി കിടക്കാം. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് സഫാനാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സഫാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഇന്ന് മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. 24,574 എന്നുള്ളൊരു നില രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിലേക്ക് നോക്കിയാലും മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് ടെക്നിക്കലി നൽകാനുള്ളത്? യെസ് ജാസ്മിൻ, ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലൊരു വീക്ക് വോളിയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബേസ് ഫോർമേഷനുള്ള പോസിബിലിറ്റീസ് ആണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. നിഫ്റ്റിയിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ 29 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയും 19 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 5 സ്റ്റോക്കുകൾ അഡ്വാൻസും 7 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർഗറ്റായി 25,800 എന്ന ലെവലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് ബ്രെഡ്ത്ത് ലാസ്റ്റ് 4 ഡേയ്സിൽ നോക്കുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് 50 വീക്ക് ഹൈ റേഷ്യോയിലൊക്കെ കണ്ടത്. എന്നാലും ലാസ്റ്റ് ഡേയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 50 വീക്ക് ഹൈ റേഷ്യോ സ്ലൈറ്റ്ലി കുറവാണ്. അതായത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു ഗുഡ് എൻവയോൺമെൻറ്റിലാണെങ്കിലും സ്വിംഗ് ട്രേഡേഴ്സ് സെല്ലിംഗ് ഇൻ ടു സ്ട്രെങ്ത് എന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഭാരതി എയർടെൽ 1.84% മുന്നേറ്റവും ശ്രീറാം ഫിനാൻസ് 1.4% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് 0.63% മുന്നേറ്റവും ഇൻഡസിൻ ബാങ്ക് 0.53% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സിൽ ട്രെൻഡ് 0.72% ഇടിവും ടാറ്റ കൺസൾട്ടൻസി 0.6% നേരിയ തോതിലുള്ള ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ അൾട്രാടെക് സിമെന്റ്, ടൈറ്റാൻ, ICC ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഇൻഡസിൻ ബാങ്ക് 0.5% മുന്നേറ്റവും AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 0.35% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സിൽ ഫെഡറൽ ബാങ്ക് 1.48% ഇടിവും അതുപോലെ കനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IDFC ഫസ്റ്റ് ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ 55,000 എന്നത് ഒരു ഷോർട്ട് ടേം സപ്പോർട്ടായി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ബേസ് ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിലും ലാസ്റ്റ് ഒരു സെല്ലിംഗ് വോളിയം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രകടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ലോ ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു വീക്ക്നെസ് ആയി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇനി സെക്ടോറിയൽ ഇൻഡിസസിലെല്ലാം ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഇന്ന് മുന്നേറ്റം രേഖപ്പെടുത്തിയ മീഡിയ സെക്ടറിലെ ടോപ്പ് ഗെയിനേഴ്സിൽ സരിഗമ 7% മുന്നേറ്റവും അതുപോലെ PVR അയണോക്സ് നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ മേഖലയിലെ ടിപ്സ് ഇൻഡസ്ട്രീസ്, സൺ TV എന്നിവയിലെല്ലാം നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മീഡിയ സെക്ടറിലെ ടോപ്പ് ലോസസിൽ നസറ ടെക്നോളജീസ് 0.35% ഇടിവും അതുപോലെ ഡിഷ് TV 2% ഇടിവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സീയിലും നേരിയ തോതിലുള്ള ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇടിവ് രേഖപ്പെടുത്തിയ ഒരു മേഖലയാണ് എനർജിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഹിറ്റാച്ചി എനർജി 2.6% നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മേഖലയിലെ ടോപ്പ് ലോസസിൽ സുസിലോൺ 1.26% ഇടിവും അതുപോലെ NHPC നേരിയ തോതിലുള്ള ഇടിവുമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി IT സെക്ടറിലെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറക്ഷൻ ഫേസിലാണ് IT സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. 12th മെയ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ IT സെക്ടറിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവും. സ്ട്രോങ് സപ്പോർട്ടായി 35,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഇനി അടുത്തതായി FMCG സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറക്ഷൻ ക്യാൻഡിൽസ് ആണ് നമുക്ക് ഈ സെക്ടറിൽ പ്രകടമാവുന്നത്. 57,660 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിലുള്ളൂ ഈ സെക്ടറിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. സ്ട്രോങ് സപ്പോർട്ടായി 55,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ടറിൽ ലോവർ ലെവലിൽ ഷേക്ക് ഔട്ട് ക്യാൻഡിൽസ് നമുക്ക് പ്രകടമാവുന്നുണ്ട്. ഇനി ഫാർമ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 22,000 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ VCP ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി ഉണ്ടെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി ലിക്വിഡിറ്റി റഷ് ഉള്ള റിലയൻസ് പവറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5%-ലധികം ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് അതിന്റെ ഡേ ലോ ഹോൾഡ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് റീസെന്റ് ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റ് റാലി ലഭിച്ചൊരു സ്റ്റോക്കാണ്. 48-46 എന്ന ലെവലിൽ സ്ട്രോങ് ഡിമാൻഡ് സോണായി ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. IBD റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ 80 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനിയും ഈ റാലി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി സ്റ്റോക്കിൽ ഉണ്ട് എന്നതാണ്. എന്നാലും റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി സ്റ്റോക്ക് ന്യൂസായി പങ്കുവെക്കാനുള്ളത് ഫണ്ട് റേസിംഗിന് വരുന്നത് എത്തോസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്ലോ ആൻഡ് ചോപ്പി മൂവർ കാൻഡിഡേറ്റ് ആയി കൺസിഡർ ചെയ്യാവുന്നതാണ്. മേ ബി ഇന്നൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്ത ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽ വേണമെങ്കിൽ ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാമെങ്കിലും ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. അടുത്തതായി പങ്കുവെക്കാനുള്ളത് യെസ് ബാങ്കിന് പുതിയ ഓർഡർ ലഭിച്ചു എന്നതാണ്. യെസ് ബാങ്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്ന് നേരിയ തോതിലുള്ള ഒരു ഡെഡ് കാറ്റ് ബൗൺസ് ബാക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സ്റ്റോക്ക് സ്റ്റിൽ വീക്കാണ്. അതായത് ബ്രേക്ക് ഔട്ട് ഏരിയയിൽ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്തതായി സോഷ്യൽ മീഡിയയിൽ ഏറെ ഡിസ്കസ് ചെയ്യുന്ന JRSCയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ന് 6.5%-ലധികം മുന്നേറ്റമാണ് ഈ സ്റ്റോക്ക് കാഴ്ചവെക്കുന്നത്. ഇതൊരു ഏണിങ്സ് ഗ്യാപ്പിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് ആണ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചത്. ഈ സ്റ്റോക്ക് സ്റ്റിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. ബട്ട് കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. അടുത്തതായി സ്റ്റോക്ക് എഡ്ജ് ട്രെൻഡിങ് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ HBL എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ അതായത് ഡിസംബറിൽ ഹയർ ലെവലിൽ ഒരു ഡബിൾ ടോപ്പ് ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. എങ്കിലും ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. നല്ലൊരു ക്ലോസിംഗ് ബ്രേക്ക് ഔട്ട് ഏരിയയിൽ നല്ലൊരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്യാൻഡിൽ പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ സ്ലോ ആൻഡ് ചോപ്പി മൂവർ ആയിട്ടാണ് ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായി പവർ പ്ലേ കാൻഡിഡേറ്റ് ആയ ഇന്ത്യ ഗ്ലൈക്കോൾസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു വോളിയം ക്യാൻഡിൽ 13th മെയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ആണെങ്കിൽ നെക്സ്റ്റ് ഒരു മൊമെന്റം ബസ്റ്റ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ഷോർട്ട് ടേം സപ്പോർട്ടായി ആ 13th മെയിൻ്റെ ക്യാൻഡിലോ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ലോ റിസ്ക് ഹൈ റിവാർഡ് കാൻഡിഡേറ്റായി കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ് ഇന്ത്യ ഗ്ലൈക്കോൾസ്. അടുത്തതായി ഓർക്കിഡ് ഫാർമയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ബിയറിഷ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ജനുവരിയിൽ ഹയർ ലെവലിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിലെല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടെക്നിക്കലി വീക്ക് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 50 വീക്ക് ഹൈ റേഷ്യോ ഇംപ്രൂവ് ആവുണ്ടെങ്കിലും ഇൻഡെക്സിൽ ഒരു വീക്ക്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റിൽ മാർക്കറ്റ് ഒരു ന്യൂട്രൽ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇതൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ജാസ്മിൻ സഫാനാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി അറിയേണ്ടതുണ്ട്. അതിനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. Good morning, sir, and welcome to the show. Good morning. Yes, ഏതായാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ നിലവിലൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലടക്കം ഒരു ഓൾ ടൈം ഹൈ നമ്മൾ കണ്ടതാണ്. അവിടുന്ന് ഹയർ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട് വീണ്ടും താഴേക്ക് വരുന്ന ഒരു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമായിരുന്നു കണ്ടത്. ഈ നിലവിലത്തെ ഈ ഒരു സിനാരിയോയിൽ പ്രധാനമായിട്ടും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ഇമ്മീഡിയറ്റ് നിഫ്റ്റിയിൽ ഈ 24,500 എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ ഒരു 2 വീക്സ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത് വരുമ്പോൾ ചെറിയ പുൾ ബാക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ആ പുൾ ബാക്കിനാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പുൾ ബാക്ക് കറക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു 25,200 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത് അതിനുണ്ട്. ബട്ട്
അത് ഒന്ന് വാച്ച് ചെയ്യണം. കാരണം 24,500 ഒരു ബ്രേക്ക് എന്നുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതിന് ഉപോത്പാദമായ ഒരുപാട് ന്യൂസ് അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട്. ഈവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് RBIയുടെ ന്യൂസ് ഉൾപ്പെടെയുള്ളത് വരാനുണ്ട്. ഇപ്പൊ ആ ഒരു ലെവല് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ 24,200 പോകാനുള്ള സാധ്യതയാണ് അടുത്തൊരു 2-3 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ്, ഞാൻ ഗോൾഡിന്റെ ഒരു ചാർട്ടും കൂടെ വെച്ച് വായിക്കാനായിട്ട് നോക്കുകയാണ്. കാരണം ഗോൾഡില് കഴിഞ്ഞ ഒരു 2-3 വീക്സ് ആയിട്ട് ഹയർ ആയിട്ടുള്ള ടോപ്സ് ഒന്നും എടുക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഓരോ സമയവും ഫാൾ വരുമ്പോൾ ആ ഒരു ലോവർ ബാക്ക് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനും തിരിച്ച് റിക്കവറി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഹയറിലേക്ക് പോകാൻ കഴിയാതെയും ഒരു കൺസോൾട്ടേഷൻ മൂവിലേക്ക് ഗോൾഡിന്റെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ആന്റിസിപ്പേഷൻ ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളുടെ നിഫ്റ്റിയെ നമുക്ക് ട്രേഡിംഗ് പാറ്റേൺ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീക്ക് ബാങ്കിന്റെ സ്റ്റോക്സിനെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു വീക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ കാണുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ സ്വാഭാവികമായ ഒരു ട്രേഡിംഗ് പാറ്റേണിന്റെ കണ്ടിന്യൂഷൻ മാത്രമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റി. അങ്ങനെ റിക്കവർ ചെയ്യുകയാണെങ്കിൽ പുതിയ ഹൈയിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 56,000 എബോവ് പോകാനുള്ള സാധ്യത ഒരു 2-3 ഡേയ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 58,000 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പോസിറ്റീവ് ട്രെൻഡ് വോളിയം സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ബാങ്കുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ PSU ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും എല്ലാ ബാങ്കുകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് ബാങ്ക് നിഫ്റ്റിയിൽ വെക്കാൻ കഴിയുന്നത്. യെസ്, ഓക്കെ. ഏതായാലും നമുക്ക് ഇന്ന് മാർക്കറ്റിലേക്ക് സ്റ്റോക്കുകൾ ഒരു ഇടിവിൽ ട്രേഡ് ചെയ്യുന്ന കൂടുതൽ സ്റ്റോക്കുകളിലും ബ്ലോക്ക് ഡീലും ബൾക്ക് ഡീലും ഒക്കെ നടന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ആദിത്യ ബിർള ഫാഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സ്റ്റോക്കിൽ 10% ഒരു ഇടിവ് പ്രകടമാകുന്നുണ്ട്. വാൾമാർട്ടിന് പിന്തുണയുള്ള ഫ്ലിപ്കാർട്ട് ആദിത്യ ബിർള റീറ്റെയിൽ ലിമിറ്റഡിലെ അവരുടെ മുഴുവൻ ഓഹരികളും, അതായത് 6% ഓഹരികളും ബ്ലോക്ക് ഡീലിലൂടെ വിറ്റഴിക്കുന്നു എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കഘട്ടത്തിൽ 10% എന്നുള്ളത് ഇപ്പോൾ 10% ഒരു ഇടിവിലേക്ക് നീങ്ങിയിട്ടുമുണ്ട്. ഈ ഒരു ആദിത്യ ബിർള ഫാഷൻ ലിമിറ്റഡിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അതിന്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര ശുഭകരമായിട്ടില്ല. കാരണം അതൊരു കറക്റ്റീവ് ആക്ഷനിൽ നിൽക്കുന്ന സ്റ്റോക്സ് ആണ്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അത് ഹൈ വന്നിരിക്കുന്നത്. 121 ലെവലിലൊക്കെ ഹൈ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അത് കറക്റ്റീവ് ആക്ഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഡൗൺ ട്രെൻഡ് ആണ്. കുറച്ചുകൂടെ പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നല്ല കൺസോൾഡ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ 64 ലെവലിലൊക്കെ ഉണ്ട്. അതൊരു ഷോർട്ട് ടൈം വ്യൂ ആണ്. ബട്ട് ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 70 ലെവലിൽ അഗൈൻ സപ്പോർട്ട് ഉണ്ട്. ആ ലെവലിലാണ് ഇന്ന് സപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ സെല്ലിംഗ് വന്നതിന്റെ ഒരു റിട്രേസ്മെന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ ചെറിയ പോസിറ്റിവിറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് ഓൺലി റിട്രേസ്മെന്റ് ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബട്ട് നമ്മളൊരു ലോങ് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അത് സൈഡ് വേസ് ഡൗൺ ട്രെൻഡിലാണ്. അതിന് സൈഡ് വേസിലേക്ക് മാറിയിട്ടാണ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് ട്രെൻഡ് റിവേഴ്സിൽ ആവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അതിന് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വോളിയം വളരെയധികം സപ്പോർട്ട് ഇപ്പോൾ ആൾറെഡി കുറവാണ്. ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുകയായിരിക്കും കുറച്ചുകൂടെ നല്ല ഒരു സ്ട്രാറ്റജി. സർ, മറ്റൊരു സ്റ്റോക്ക് എത്തോസ് ആണ്. എത്തോസിന്റെ സ്റ്റോക്ക് ഇന്നിപ്പോൾ 4% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. റൈറ്റ് ഇഷ്യൂ വഴി 410 കോടി രൂപ വരെ ഫണ്ട് സമാഹരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകിയതിന് ശേഷമാണ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് നമുക്ക് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ടിൽ ഡേറ്റിൽ എത്തോസിന്റെ ഓഹരികളിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല. ഈ ഒരു സ്റ്റോക്കിലുള്ള ഒരു ടേക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മുതൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. 2400 2800 എന്ന ലെവലിലായിരുന്നു ഇതിന്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് ചെറിയ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ് വന്നിരിക്കുന്നു. അപ്പോൾ കുറച്ച് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയാണ് ഞാൻ ഈ സ്റ്റോക്സിൽ കാണുന്നത്. ഈ പോസിറ്റിവിറ്റി വരികയാണെങ്കിൽ 3200 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ നമ്മളൊരു പോസിറ്റീവ് മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഈ ഒരു ബ്രേക്ക്ഔട്ട് വന്നതിന്റെ ഒരു പോസിറ്റിവിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ടെക്നിക്കലി കാണാൻ കഴിയുന്നത്. അതിന് പിന്നിലുള്ള ന്യൂസും കാര്യങ്ങളും നമുക്ക് ആൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് വെയിറ്റ് ചെയ്യുക, മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ടെക്നോളജീസ് ആണ്. എഗെയിൻ ബ്ലോക്ക് ഡീലിനെ തുടർന്ന് ഇന്നിപ്പോൾ 1% കൂടുതൽ ഇടിവാണ് ടാറ്റ ടെക്നോളജീസിൽ കാണാൻ സാധിക്കുന്നത്. 757 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇയർ ടു ടിൽ ഡേറ്റിൽ വളരെയധികം ഒരു മാർക്കറ്റിന്റെ ഒരു സിനാരിയോ ഒക്കെ കാരണം തന്നെ 15% കൂടുതൽ ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ടാറ്റ ടെക്നോളജീസിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ്, ഇത് ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മളുടെ ഹിസ്റ്ററി വളരെ കുറവാണ്. കാരണം ഇതിലേക്ക് വന്ന സ്റ്റോക്സ് ആണ്. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് പെർഫോമൻസേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ. ആ വന്നത് മുതൽ താഴോട്ടുള്ള ട്രെൻഡാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് 1300 ലെവലിൽ നിന്ന് 1000ലേക്ക് വന്നു. അവിടെ നിന്ന് ചെറിയൊരു അപ് ട്രെൻഡ് വന്നു, എഗെയിൻ ഡൗൺ സൈഡിലേക്ക് വന്നു. ഇങ്ങനെ ഒരു ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ശക്തമായ എന്തെങ്കിലും ന്യൂസ് ഫ്ലോയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ അധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ വന്നാൽ മാത്രമേ ഇത് പ്രീമിയത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്തതുകൊണ്ട് കൺസോൾട്ടേഷന്റെ സാധ്യതയുണ്ട്. ഇനിയും താഴോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇമ്മീഡിയറ്റ് ഉള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 700 ലെവലാണ്. ഈ 700 to 600 ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതയുണ്ട്. അവിടെ കൺസോൾട്ടേഷൻ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതായിരിക്കും വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ബട്ട് ഫർദർ ഒരു ലോയിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ആൽക്കം ലബോറട്ടറീസിന്റെ സ്റ്റോക്ക് പരിശോധിച്ചാൽ 2% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. എഗെയിൻ ബ്ലോക്ക് ഡീലിലൂടെ പ്രൊമോട്ടർ തന്നെയാണ് ഓഫ്ലോഡ് ചെയ്യുന്നത് സ്റ്റേക്സ്. ആൽക്കമിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ 13 6439 രൂപ എന്നുള്ള ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 4897 രൂപയിലാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടില്ല ആൽക്കമിൽ. ആൽക്കമിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു ലോങ് ടേം ടേക്ക് എങ്ങനെയാണ്? ലോങ് ടേം വളരെയധികം വെയിറ്റ് ചെയ്യണം, വളരെ പേഷ്യൻസ് വേണം എന്നതാണ്. കാരണം ഇതിലൊരു ടെക്നിക്കലി ഒരു ഫോർമേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കൽ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് നമുക്ക് ഒരു ബെയറിഷ് ഫോർമേഷൻ ആണ് ഇപ്പോൾ ടെക്നിക്കലി അത് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് കൺഫേം ആകുന്നത് വരെ അതൊന്ന് വെയിറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ സ്ട്രാറ്റജി. 4500 എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ സ്റ്റോക്സിനെ സംബന്ധിച്ച്. ഞാൻ ലോവർ ലോങ് ടൈം ചോദിച്ചത് കൊണ്ടാണ്. 4500 ബ്രേക്ക് ചെയ്ത് വിത്ത് ഹെവി വോളിയത്തോടെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫർദർ ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മന്ത്സ് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഒരു കൺസോൾട്ടേഷൻ 4500-നും 5500-നും ഒക്കെ ഇടയിലുള്ള ഒരു കൺസോൾട്ടേഷൻ അത് കഴിഞ്ഞ വർഷവും നമുക്ക് ഈ സ്റ്റോക്സിൽ നടന്നിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ വരെയുള്ള ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ ലെവലിൽ അത് ട്രേഡിംഗ് നടന്നിരുന്നു. അപ്പോൾ അതേ ഒരു കൺസോൾട്ടേഷൻ ആണ്, സെയിം റിപ്പീറ്റേഷൻ ആണ് ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ വരെയൊക്കെ തുടരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഡൗൺ സൈഡിലായിരിക്കും. അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ അത് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും ഈ സ്റ്റോക്സിൽ നല്ലത്. മറ്റൊരു സ്റ്റോക്ക് ഇൻഡിജിൻ ആണ്. ഇൻഡിജിന്റെ ഓഹരികൾ ഇന്ന് പെർഫോം ചെയ്യുന്നത് ഒരു 4% കൂടുതൽ ഇടിവിലാണ്. സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് പരിശോധിച്ചാലും കഴിഞ്ഞൊരു വർഷം ഒക്ടോബർ മാസത്തിൽ 736 രൂപ എന്നുള്ള ഒരു നില വരെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ നിലവിൽ എന്തെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ചാൻസസ് ഉണ്ടോ? ഏത് സ്റ്റോക്കാണോ ഒന്നും കൂടെ പറയാമോ? ഇൻഡിജിൻ ലിമിറ്റഡ്. എനിക്കതിൽ അപ്ഡേഷൻ വരുന്നില്ല. നമുക്ക് അടുത്ത സ്റ്റോക്സിലേക്ക് പോവാം, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. യെസ്, മറ്റൊരു സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജിയാണ്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് കെയ്ൻസിന്റെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കെയ്ൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാലും നമുക്ക് ഇതേ പാറ്റേണിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത്. 5743 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ ടെക്നിക്കലി ഒരു ട്രെൻഡ് എങ്ങനെയാണ്? കെയ്ൻസ് ടെക്നോളജിയിൽ ഒരു പോസിറ്റീവായ ഒരു ട്രെൻഡ് എന്ന് പറയാനായിട്ട് കഴിയില്ല. ബട്ട് 5800-ന് മുകളിലേക്ക് വരികയാണെങ്കിൽ, അതായത് 5800 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പറയാനായിട്ട് പറയാം. വളരെ ഷോർട്ട് ടൈം നമുക്ക് നോക്കുകയാണെങ്കിൽ 6200 വരെയുള്ള പോകാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ ഈ കെയ്ൻസ് ടെക്നോളജിയിൽ കാണുന്നത്. കുറച്ച് സമയങ്ങളായി അത് ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസിന്റെ അല്ലെങ്കിൽ ഒരു റിവേഴ്സലിന്റെ സിഗ്നൽസ് തരുന്നുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ അത് പോസിറ്റീവായിട്ട് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഒക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ ട്രെൻഡ്
ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നത്. സോ നമുക്കത് വെയിറ്റ് ചെയ്യാം, പോസിറ്റീവ് ഔട്ട്ലുക്കോട് കൂടി വെയിറ്റ് ചെയ്യാം, മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. അനീസ് സർ, ഇൻഡിജിന്റെ ചാർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ടോ? നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ഇൻഫർമേഷൻ അറിയാൻ പറ്റുമോ? സോറി, എനിക്ക് അപ്ഡേഷൻസ് കിട്ടുന്നില്ല. റൈറ്റ്, താങ്ക് യു അനീഷ് സാർ. ഏതായാലും ഇത്രയും സമയം അദ്ദേഹം ഒരുപാട് ടെക്നിക്കൽ വ്യൂസും മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്കും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സുരജ് സാർ, നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ടർക്കിഷ് കമ്പനി ആയിട്ടുള്ള സെലബിയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ടർക്കിഷ് കമ്പനി ആയിട്ടുള്ള സെലബി ഒരു എയർപോർട്ട് ഹാൻഡ്ലിംഗ് പദ്ധതികളൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ളൊരു വാർത്തകളൊക്കെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥലത്തേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് അദാനി എയർപോർട്ട് ഹോൾഡിങ്സ് വരികയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് രംഗത്തേക്ക് അദാനി എയർപോർട്ട് ഹോൾഡിംഗ് വരുന്നതായിട്ടുള്ള ഒരു ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ് ബ്ലൂംബർഗ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വലിയൊരു മേഖലയിലേക്കാണ് അദാനിയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി എയർപോർട്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ സെലബിയെ മാറ്റി നിർത്തിക്കൊണ്ട് അദാനി അതിലേക്ക് പ്ലേസ്ഡ് ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും കമ്പനിയെ ഒരു വലിയ രീതിയിലേക്ക് നേട്ടമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ ജാസ്മിൻ? അതിനെ ഞാൻ ആ ന്യൂസിനെ ഞാൻ വേറൊരു ആംഗിളിൽ കൂടെ കാണുന്നത്. അതായത് ഇപ്പോൾ അഡാനി എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ലിസ്റ്റഡ് കമ്പനിയുടെ സബ്സിഡറി ആണല്ലോ ഈ അഡാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതിന്റെ കീഴിലാണ്, അതായത് അഡാനി എന്റർപ്രൈസസിന്റെ കീഴിലാണ് ഈ എയർപോർട്ട് ഓപ്പറേഷൻസ് വരുന്നത്, ഒരു സബ്സിഡറി കൂടി. അല്ലെങ്കിൽ തന്നെ അവരുണ്ടല്ലോ ഈ അഡാനി എയർപോർട്ട് ഹോൾഡിംഗ്സ്, അവർക്ക് കുറച്ച് എയർപോർട്ടുകളുണ്ട്. 9 എയർപോർട്ടുകൾ അവർ മാനേജ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 9 എയർപോർട്ടുകളുടെ ബിസിനസ് കൂടാതെ തന്നെ അവരൊന്ന് ക്യാഷ് ഫ്ലോയും അവരുടെ ഫണ്ടമെന്റൽസും ഫിനാൻഷ്യൽസും ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആൻസിലറി ബിസിനസ് തുടങ്ങണമെന്ന് കാത്തിരിക്കുകയായിരുന്നു അവരൊരു പ്ലാനിന്. അപ്പോഴാണ് ഈ പറഞ്ഞ സെലബിയുടെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെ ആൻസിലറി ബിസിനസ് ആണ്? ഒന്ന്, അവർക്ക് എയർപോർട്ടുകളിൽ തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് തുടങ്ങാം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പറയുന്ന പോലെ MRO സർവീസസ്, അതായത് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് എയർക്രാഫ്റ്റ്, അതും ഒരുപാട് ക്യാഷ് ഫ്ലോ തരുന്ന ഒരു ബിസിനസ്സാണ്. മൂന്നാമത്തത് ഈ എയർപോർട്ട് ഹാൻഡ്ലിംഗ് സർവീസസ് ആണ്. ഇങ്ങനത്തെ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസ്, ഇങ്ങനത്തെ സർവീസസ് തുടങ്ങാനായിട്ട് അവർ കാത്തു നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ഇഷ്യൂ ടർക്കിഷ് കമ്പനിയായ സെലബിക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ, അതായത് ഇന്ത്യൻ എയർപോർട്ട് സിസ്റ്റത്തിൽ ഒരു പ്രശ്നം പറ്റിയെന്നുള്ളതാണ്. അവരുടെ പാകിസ്ഥാനോടുള്ള സപ്പോർട്ടും അഫിനിറ്റിയും കാരണം, സെക്യൂരിറ്റി കൺസേൺസ് കാരണം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, അതായത് BACS, അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ റിവോക്ക് ചെയ്തപ്പോഴത്തേക്കും അതെന്താണെന്നറിയോ? അതായത് നമ്മുടെ ഇവിടുത്തെ സിവിൽ ഏവിയേഷൻ റൂൾ എന്താണെന്നറിയോ? നമുക്ക് 10 ലക്ഷം പാസഞ്ചേഴ്സ് ഒരു കൊല്ലം ഒരു എയർപോർട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, 10 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ 3 ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയെങ്കിലും ഉണ്ടാവണം. 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ മിനിമം 2 ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയെങ്കിലും ഉണ്ടാവണം. ഇതാണ് സിവിൽ ഏവിയേഷൻ്റെ റൂൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരുമാതിരി ഈ നമ്മൾ ഈ പറയുന്ന അഡാനി ഓപ്പറേറ്റ് ചെയ്യുന്ന എസ്പെഷ്യലി വലിയ വലിയ ഓപ്പറേറ്ററുകൾ തീർച്ചയായിട്ടും എയർപോർട്ടുകൾ 10 ലക്ഷത്തിന് മുകളിൽ പാസഞ്ചേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഇത്രയും നാൾ സെലബി ഒരു മേജർ പ്ലെയർ ആയിരുന്നു. രണ്ടാമത് ഇൻഡിഗോക്ക് അവരുടെ തന്നെ ഒരു ഹാൻഡ്ലിംഗ് ഡിവിഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ എയർ ഇന്ത്യക്ക് ഉണ്ട് കേട്ടോ. എയർ ഇന്ത്യയും സിംഗപ്പൂർ ബേസ്ഡ് സാറ്റ്സും ഉള്ള ഒരു കമ്പനിയും ചേർന്നിട്ട് ഒരു കമ്പനിയുണ്ട്. ഇൻഡോ തായ് ഉണ്ട്. ഗവൺമെന്റിന്റെ തന്നെ ഒരു ഓർഗനൈസേഷൻ. അങ്ങനെ ഒരു 3-4 കമ്പനീസാണ് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ബാഗേജ് ഹാൻഡിൽ ചെയ്യുക, കാർഗോ ഹാൻഡിൽ ചെയ്യുക, നമ്മൾ എന്താ പറയുക പ്ലെയിനിൽ നിന്നൊക്കെ ഇറങ്ങാൻ നേരത്തുള്ള റാം സർവീസസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുടെ ജോലി. അപ്പോൾ ഇൻഡിഗോൻ്റെ ഒക്കെ തന്നെ ഇൻഡിഗോ തന്നെ ഹാൻഡിൽ ചെയ്യണം, എയർ ഇന്ത്യയുടെ ഒക്കെ തന്നെ എയർ ഇന്ത്യ സാറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ കമ്പനിയായിരുന്നു സെലബിയുടെ യൂസ് ചെയ്യുന്നത്? സെലബി ബീങ് എൻ ഇന്റർനാഷണൽ ബ്രാൻഡ്, ഫോറിൻ എയർലൈൻസസ്, അതായത് ബ്രിട്ടീഷ് എയർവേസ്, കാത്തെ പസഫിക്, സിംഗപ്പൂർ എയർലൈൻസ്, UAEയുടെ എന്താ പറയുക നമ്മുടെ എത്തിഹാദ് എയർലൈൻസ്, എമിറേറ്റ്സ്, അല്ലെങ്കിൽ ഖറ്റാർ എയർവേസ്, ഇവരെല്ലാവരും സെലബിയുടെ സർവീസസ് ആയിരുന്നു യൂസ് ചെയ്തത്. സെലബി ഒരു മൾട്ടിനാഷണൽ വേൾഡ് ക്ലാസ് കമ്പനിയും തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സെക്യൂരിറ്റി കൺസേൺസിൽ തീർച്ചയായിട്ടും അവരെ റിവോക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അഡാനി ആ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 9 എയർപോർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ 9ാമത്തെ സ്ഥലത്ത് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല, അത് കണ്ണൂർ എയർപോർട്ടാണ്. ബാക്കിയുള്ള ഡൽഹി, മുംബൈ,
അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ഗോവ, കൊച്ചി ഈ ഉള്ളതിൽ അവർ തീർച്ചയായിട്ടും അവർ ആ ബിഡിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് അഡാനി എന്റർപ്രൈസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അഡാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച് അതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ് ആവും. കാര്യം ഇതൊന്നും വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇല്ലാത്തൊരു ബിസിനസ്സുകളാണ്. അത് മാത്രമല്ല അതിന്റെ സ്റ്റാഫുകൾ അവിടെ റെഡിയാണ്. സെലബിയുടെ ബ്രാൻഡ് നെയിം മാത്രമേ പോകുന്നുള്ളൂ. വെൽ ട്രെയിൻഡ് സ്റ്റാഫ് അവിടെ റെഡിയാണ്. ഇവർക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. സെലബിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടർക്കിഷ് പ്രസിഡന്റ് അതായത് എർഡോഗാന്റെ മകക്ക് ഈ കമ്പനിയായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പറയുന്നത്. പക്ഷേ കമ്പനി കംപ്ലീറ്റ്ലി അത് റിജക്ട് ചെയ്യുന്നുണ്ട്. കമ്പനി പറയുന്നത് ഞങ്ങളുടെ 65% ഹോൾഡ് ചെയ്യണത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഫ്രം US, UK, യൂറോപ്പ്, സിംഗപ്പൂർ ആൻഡ് UAE എന്നാണ് പറയുന്നത്. ആകെപ്പാടെ 35% മാത്രം ഒരു ടർക്കിഷ് ഫാമിലി ഉണ്ട്. അത് സെലി ബയോഗ്ലൂ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ ആണ് എന്നാണ് പറയുന്നത്. എർഡോഗാനായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു വെക്കണം. ബട്ട് ഈവൻ ദെൻ അഡാനിയെ സംബന്ധിച്ച് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. നമുക്ക് ഇനി ഏതായാലും സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ ഒരു ടൈമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന സ്റ്റോക്ക് ഏതാണെന്നുള്ളൊരു കാത്തിരിപ്പാണ്. ഇന്ന് നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗോൾഡ് ലോൺ NBFC കമ്പനിയായ കേരള കമ്പനിയായ മുത്തൂറ്റ് ഫിനാൻസ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അതിന് നല്ല ഒരു ടെയിൽവെന്റ് രൂപപ്പെട്ട് വരുന്നുണ്ട് ആ സ്റ്റോക്കിനും ആ ബിസിനസ്സിനും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം ബിസിനസ് വൈസ് ആയിട്ട് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ അവരുടെ 90 to 93% ഗോൾഡ് ലോൺ ബിസിനസ്സാണ്. ഓക്കെ, ഗോൾഡ് ലോൺ ബിസിനസ്സാണ് അവരുടെ പോർട്ട്ഫോളിയോ. അവരുടെ AUMന്റെ 90 to 93%. വളരെ കുറച്ച് ഏതാണ്ട് 7 to 10% മാത്രമേ ഉള്ളൂ വെഹിക്കിൾ ഫിനാൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കിംഗ്, പേഴ്സണൽ ലോൺ, മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ഫോറക്സ് എല്ലാം കൂടെ 7 to 10% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മേജർ ഒരു ഗോൾഡ് ലോൺ പ്ലെയർ ആണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് NBFC കാറ്റഗറിയിൽ മണപ്പുറം ഫിനാൻസ്, അടുത്ത കാലത്ത് ബെയിൻ എന്ന് പറയുന്ന ബെയിൻ ക്യാപിറ്റൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അതിനകത്ത് സ്റ്റേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് IIFL ഫിനാൻസ്. ഈ രണ്ട് NBFC ആണ് ഇവരായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളത്. പിന്നെ എല്ലാ ബാങ്കുകൾക്കും ഗോൾഡ് ലോൺ ഡിവിഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവരും ഒരു കോമ്പറ്റീറ്റർ ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. ഇവരുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഗോൾഡ് ലോൺ AUM ഇപ്പോൾ എത്രയെന്ന് വെച്ചാൽ 1,02,000 കോടിയോളം ഗോൾഡ് ലോൺ AUM ഉണ്ട് ഇവർക്ക്. അവരുടെ സബ്സിഡറീസിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,10,000 കോടിയോളം ഒരു AUM ആണ് ഇവരുടെ കയ്യിൽ ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു വെക്കണം എന്നുള്ളത്. വളരെ ഓൾഡ് കമ്പനി ആട്ടോ. അതായത് 1939 തുടങ്ങിയതാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് 208 ടണ്ണിൻ്റെ ഗോൾഡ് ഉണ്ട്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഏതാണ്, പ്രൈവറ്റ് കമ്പനി ഏറ്റവും കൂടുതൽ ഗോൾഡ് ഹോൾഡ് ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് മുത്തൂറ്റ് ഫിനാൻസ് എന്നാണ്. 208 tons ഓഫ് ഗോൾഡ് ഈസ് നോട്ട് എ മീൻ എമൗണ്ട് എന്നുള്ളത് പറഞ്ഞു വെച്ചേക്കുന്നു. അപ്പോൾ ഇവർ ഗോൾഡ് ലോൺ ആണ് കൊടുക്കുന്നത്. നമുക്കറിയാം, അതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയാനില്ല. അവരേതാണ്ട് എന്താ പറയുക, ഒരു 2 ലക്ഷത്തിന് താഴെയാണ് അവരുടെ കൂടുതലും കസ്റ്റമേഴ്സ് വന്നേക്കണം. അതായത് 10,000 തൊട്ട് 5 ലക്ഷം വരെയുള്ള. അപ്പോൾ ഏതാണ്ട് 70% ഓഫ് കസ്റ്റമേഴ്സ് അവരുടെ 2 ലക്ഷം ബ്രാക്കറ്റിന് താഴെ ലോൺ എടുക്കുന്നവരാണ്. 2 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷമൊക്കെ എടുക്കുന്നവരുണ്ട്. 10,000 to 5 lakhs ആണ് അവരുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്. പിന്നെ അവരുടെ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ 100 രൂപയുടെ ഗോൾഡ് കൊണ്ട് അവർക്ക് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ 75% അവർ തരുള്ളൂ. 75 rupees 100 രൂപയ്ക്ക് വെക്കുകയാണെങ്കിൽ 75 രൂപയെ തരുള്ളൂ. കാര്യം അത്ര മാത്രം അതിനകത്തൊരു മാർജിൻ ഉണ്ട് എന്നുള്ളത്. അതായത് ഇനി ഗോൾഡ് പ്രൈസ് ഒരു 25% കറക്റ്റ് ചെയ്താൽ പോലും അത് 100-ൽ നിന്ന് 75 വരും വരെ നമുക്ക് ഈ പറയുന്ന പോലെ കൊളാറ്ററൽ അവിടെ സേഫ് ആയിട്ടിരിക്കും. അതാണ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ NBFCയുടെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് വച്ചിരിക്കുന്ന ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ഒരുപാട് പേര് പണയം വെച്ചിട്ടുണ്ടല്ലോ. ഏതായാലും 1 ലക്ഷം കോടി കൂടുതൽ AUM അവർക്കുണ്ടെന്നാണ് പറയുന്നത്. അത് കയറിയിട്ടുണ്ട്, ഒരു വച്ചതിന് ശേഷം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്ത ഒരു 5-6 മാസമാണ് ഭയങ്കരമായിട്ട് ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് വരുമ്പോൾ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറുന്നത്. അത് കാരണം 75% അവർ LTV എന്ന് പറഞ്ഞാൽ ലോൺ ടു വാല്യൂ അവർ 75% വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 56 തൊട്ട് 60% അവരുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ ആ ഒരു LTV എന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്നാലും 35 തൊട്ട് 40% ഗോൾഡ് പ്രൈസ് ഇടിഞ്ഞാലും ആ പറയുന്ന പോലെ കമ്പനിക്ക് റിസ്ക് ഇല്ല. കൊളാറ്ററൽ ഇസ് വെരി സേഫ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം അപ്പോൾ ഇതാണ് അവരുടെ ഏറ്റവും നല്ല അവരുടെ ആ ഒരു മെയിൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയപ്പെടും.
അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ RBI ഇതിനകത്തൊരു ചെറിയൊരു ഇഷ്യൂ കൊണ്ടുവന്നിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദ്രോഹം ഈ പറയുന്ന പോലെ ബ്യൂറോക്രാറ്റ്സ് എന്നുള്ളതാണ്. ഒരു ബിസിനസ് നന്നായി പോകുമ്പോൾ, അതായത് ഈ ഗോൾഡ് ലോൺ NBFCസും ബാങ്കുകൾ ഗോൾഡ് ലോണിലേക്കും കടന്നത് കാരണം ഗുണം കിട്ടിയിരിക്കുന്നത് ആ സെക്ടറിൽ തന്നെയാണ്. കാര്യം ഗോൾഡ് ലോൺ ഒരിക്കലും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരുന്നില്ല. നമ്മൾ കൊണ്ടൊരു ഗോൾഡ് വയ്ക്കുന്നു, ആ ഗോൾഡിൻ്റെ വാല്യുവേഷനൊന്നും ഒരു പാരാമീറ്ററിൽ ഒരു പ്രൈവറ്റ് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. കൊള്ളപ്പലിശയ്ക്കും അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചുമൊക്കെയാണ് നമ്മളിത് പൊയ്ക്കൊണ്ടിരുന്നതെന്നുള്ളത്. അപ്പോൾ ഗോൾഡ് ലോൺ NBFCസും ബാങ്ക്സും കൂടുതൽ RBI അതിനൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഗോൾഡ് ലോൺ ബിസിനസ് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയി, അൺഓർഗനൈസ്ഡ് നിന്ന് ഓർഗനൈസ്ഡ് സെക്ടറായിട്ട് മാറി. ബട്ട് അടുത്ത കാലത്ത് RBIയുടെ ഒരു ഡിസ്കഷൻ പേപ്പർ വന്നത്, ഓഫ് കോഴ്സ് അവർ പറയുന്നത്, അവരതിനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്കുകളും NBFCയും തമ്മിലുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഡിസ്കഷൻ പേപ്പറാണ്. ഇത് ഡിസ്കഷൻ പേപ്പർ മാത്രമാണ്, റൂൾ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതിനകത്ത് LTV 75% പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. കാര്യം അങ്ങനെ ഒരു റിസ്ക് എലമെൻറ്റ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടി 75%, അതുപോലെ മുത്തൂറ്റ് ഫിനാൻസ് പോലെയുള്ള കമ്പനികൾ ഓൾറെഡി അത് പാലിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ റീപ്ലഡ്ജിന് നമ്മൾ എന്തിനാണ് ഗോൾഡ് ലോൺ വയ്ക്കുന്നത്? അതൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ പൈസ എടുക്കുന്നത്, കൺസംഷൻ വേണ്ടിയിട്ടാണോ, TV മേടിക്കാനാണോ? ഇതൊക്കെ RBI അന്വേഷിച്ച് വന്നത് തീർച്ചയായിട്ടും അത് വളരെ നെഗറ്റീവായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ടുകൾ മണപ്പുറം മുത്തൂറ്റ് ഫിനാൻസും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷവും ഈ സ്റ്റോക്കിന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാത്തതെന്ന് വെച്ചാൽ ഈ RBIയുടെ ഒരു ഡിസ്കഷൻ പേപ്പർ തലയ്ക്ക് മുകളിലൊരു വാളായിട്ട് കിടന്നുകൊണ്ടാണ്. ബട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഗോൾഡ് ലോൺ ഈ ഓർഗനൈസേഷൻ, ഈ അസോസിയേഷൻ ഉണ്ടല്ലോ, ഗോൾഡ് മർച്ചൻസ് ലോൺ അസോസിയേഷൻ, അവരെല്ലാം കൂടെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസും പറഞ്ഞിട്ടുണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, 2 ലക്ഷത്തിന് താഴെ ഗോൾഡ് എടുക്കുന്നവർക്ക് ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. അത് മാത്രമല്ല, അതിന് മുകളിലുള്ളവർക്കാണെങ്കിൽ പോലും നിങ്ങൾ ജാനുവരി 2026 വരെ സമയം കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ട്രിഗറായിട്ട് ഈ സ്റ്റോക്കുകളിൽ വന്നിട്ട് കഴിഞ്ഞ ആഴ്ച നല്ലൊരു മൂവ്മെന്റ്, ചെറിയൊരു പെർഫോമൻസ് ആ കമ്പനിയിലൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിനകത്ത് പെർഫോമൻസ് വന്നു എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ മുന്നിലിരിക്കുന്ന ആ ക്ലൗഡ്സ് അങ്ങ് നീങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഇതിനകത്ത് റിസ്ക് ആയിട്ട് ഇവർക്ക് ആകപ്പാടെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ലൊരു ടെയിൽ വിൻഡ് ഉണ്ട്, ഈ ഇൻഡസ്ട്രിക്ക് നല്ലൊരു ടെയിൽ വിൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുത്തൂറ്റ് ഫിനാൻസ് വളരെ ഐഡിയലി പ്ലേസ്ഡ് ആണെന്നുള്ള. ഇതിനകത്തൊരു റിസ്ക് എപ്പോഴും ഗോൾഡ് പ്രൈസസ് ആണ്. ഗോൾഡ് പ്രൈസ് ഈ LTVക്ക് താഴെ വരികയാണെങ്കിൽ ഇവർക്ക് റിസ്ക് ആണെന്നുള്ള കാര്യമാണ് അതിനകത്തുള്ളൊരു ഇഷ്യൂ. പിന്നെ റെഗുലേറ്ററി റിസ്ക്, അതായത് RBI ഇനി വേറെ എന്തെങ്കിലും റൂൾ കൊണ്ടുവരുമോ എന്നുള്ള റെഗുലേറ്ററി റിസ്ക് അതിനകത്തുണ്ട്. പിന്നെ മൂന്നാമതുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക്സ്. ഇപ്പോൾ ഇവിടെ നല്ലൊരു ബിസിനസ് ഗോൾഡ് ലോണിൽ കിട്ടും എന്ന് പറയുമ്പോൾ ബാങ്ക്സ് അതങ്ങ് ആ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ബിസിനസ് അങ്ങ് കൂട്ടും. അപ്പോൾ അത് NBFCസിന് ഒരു അടിയാണെന്നുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ജനറലി പറയേണ്ട കാര്യം അസറ്റ് കോൺസെൻട്രേറ്റഡ് ആണ് ഇവർ. അതായത് ഇവരുടെ എല്ലാം ഏതാണ്ട് പറയുക ഈ ഗോൾഡിലാണ് ഇവർക്ക് കിടക്കുന്നത് എന്നുള്ളത്. അത് തന്നെയാണ് ഈ കമ്പനിയുടെ, നമ്മൾ ഇത്രയും പറഞ്ഞത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. അതായത് ഒരു ത്രെട്ട് എന്തൊക്കെയായിരിക്കും ഒരു പോസിബിൾ ത്രെട്ട് എന്നുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ 100% ഗോൾഡ് ലോൺ ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് റിസ്ക് അധികം ഇല്ലാത്ത ഒരു ലെൻഡിങ് ബിസിനസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഹൈ മാർജിനാണ്. ഗോൾഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 12 തൊട്ട് 24% വരെ ഇൻട്രസ്റ്റ് ഈൽഡ് കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഹൈ മാർജിനാണ്. അതുമല്ല, ഈ പറഞ്ഞ പോലെ ഇനി ആരെങ്കിലും അത് ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് പണയം വെച്ച ആരെങ്കിലും ഡിഫോൾട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ആ ഗോൾഡ് ഓപ്ഷൻ ചെയ്തിട്ട് കൊടുത്ത പൈസ തിരിച്ചെടുക്കാനായിട്ട് മുത്തൂറ്റ് ഫിനാൻസിന് പറ്റും എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 15 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ ലോൺ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫോർമാലിറ്റീസും ഡോക്യുമെൻറ്റേഷനും ഒക്കെ വളരെ ഈസി പ്രോസസ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗോൾഡ് ലോൺ ബിസിനസ്സായ മുത്തൂറ്റ് ഫിനാൻസ്, കേരള ബേസ്ഡ് കമ്പനി, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ വളരെ നല്ല ടെയിൽവിൻ്റെ ഉള്ള കമ്പനിയാണ്, നല്ലൊരു സെക്ടർ തന്നെയാണ്. എസ്പെഷ്യലി ഗോൾഡ് കയറി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗോൾഡ് NBFCക്കും അല്ലെങ്കിൽ ഗോൾഡ് പ്ലഡ്ജിങ്ങിനും ഗോൾഡ് ലോണിനും പറ്റുന്നുള്ളത് ഒന്ന് പറഞ്ഞു വയ്ക്കും. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവറിന്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റും മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഔട്ട്ലുക്കുമായിട്ട് അടുത്തൊരു മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ഡെസ്ക് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും.